എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ അതായത് +1 അപേക്ഷിച്ചിട്ട് നമുക്ക് ചില ആളുകൾക്ക് ഇതുവരെ കിട്ടാത്ത ആളുകള്, അതുപോലെ തന്നെ പിന്നെ അവർ ആഗ്രഹിച്ച സ്കൂളോ കോഴ്സോ കിട്ടാതെ ഒന്നാമത്തെ അലോട്ട്മെന്റ് താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകള്, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികള് സംശയങ്ങളായിട്ട് നമ്മളിലേക്ക് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പൊ അതിൽ വന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികൾ അവരുടെ SSLCയുടെ ഗ്രേഡുകൾ A+ന്റെയും മറ്റേ എണ്ണം പറഞ്ഞിട്ടും, അതുപോലെ ഇപ്പൊ കുറെ ആളുകൾക്ക് ഇപ്പോ അവരുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതായത് അവർ ആഗ്രഹിക്കുന്ന സ്കൂളില് അലോട്ട്മെന്റിൽ ലാസ്റ്റ് വന്ന റാങ്ക് എത്രയാണ്, അവരുടെ റാങ്ക് എത്രയാണ് എന്നൊക്കെ നോക്കാനൊക്കെ അവർ പഠിച്ചു. അപ്പൊ അത് വെച്ചിട്ട് ഇന്ന രീതിയിലാണ് റാങ്ക് നിൽക്കുന്നത്, അപ്പോ എനിക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ, കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. അപ്പോ നിങ്ങളിപ്പോ ഒരു സ്കൂളിന്റെ പേരോ ആ സ്കൂളിൽ എത്ര സീറ്റുകളുണ്ട്, 2 ബാച്ചുള്ളതാണോ 3 ബാച്ചുള്ളതാണോ അതോ സിംഗിൾ ബാച്ച് ആണോ, ഇതൊന്നും അറിയാതെ കോഴ്സ് ഏതാ ഒന്നും അറിയാതെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ എന്തൊക്കെ അറിഞ്ഞാലും നമുക്കൊരു ഏകദേശം ഒരു ധാരണയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. പിന്നെ മാത്രമല്ല, ഇപ്പോ ഇന്ന് VHSCയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ചിലപ്പോൾ താൽക്കാലികമായി നിൽക്കുന്ന കുട്ടികളോ സ്ഥിരമായി ചേർന്ന കുട്ടികളോ ഒക്കെ VHSCയിലേക്ക് ചിലപ്പോൾ അങ്ങോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറയാനുള്ള കാരണം, ഫസ്റ്റ് അലോട്ട്മെന്റില് എവിടെയും കിട്ടാത്തവർക്കും അതുപോലെ ആഗ്രഹിച്ചിടത്തേക്ക് എത്താൻ കഴിയാതെ നിൽക്കുന്നവർക്കുമുള്ള ഒരു പോസിറ്റീവ് ആയിട്ടൊരു ന്യൂസ് ആണത്. കാരണം VHSCക്ക് പ്രിഫറൻസ് കൊടുത്തോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊമേഴ്സ് കിട്ടിയപ്പോ ആ കുട്ടിക്ക് സയൻസ് പഠിക്കാനാണ് ഭയങ്കരമായ ആഗ്രഹം, അതുകൊണ്ട് VHSCയിലെ സയൻസ് കിട്ടിയപ്പോ എന്ത് ചെയ്യുന്നു, കുട്ടി ഈ കൊമേഴ്സിൽ നിന്ന് ആ VHSCയിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൊമേഴ്സിൽ വേക്കൻസി വരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മേ ബി സീറ്റ് വർദ്ധിപ്പിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. കൂടാതെ ഇപ്പോ പിന്നെ 2 ജില്ലകളിലൊക്കെ അപേക്ഷിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ വേറെ ജില്ലയ്ക്ക് കിട്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതും നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വരാനുള്ള കാരണം, ഒന്ന്, നമുക്കിവിടെ HSCAP സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ലിങ്ക് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ ഫസ്റ്റ് അലോട്ട്മെന്റില് നമ്മുടെ ഓരോ നമുക്ക് എല്ലാ സ്കൂളുകളും ആ സ്കൂളുകളിലേക്ക് അവിടുത്തെ ഓരോ കോഴ്സ് കോമ്പിനേഷൻ, അതായത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതിലേക്കും അഡ്മിറ്റ് ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. അതായത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാത്. അപ്പൊ അവിടെ നമുക്ക് സയൻസ് ആണെങ്കിൽ സയൻസിൽ എത്ര കുട്ടികൾ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്തു, എത്ര ആളുകൾ ടെമ്പററി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു സ്കൂൾ ഇഷ്ടപ്പെട്ടു, ആ സ്കൂളിൽ ഞാൻ സയൻസ് ആണ് ആഗ്രഹിച്ചത്, പക്ഷെ എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ലാസ്റ്റ് റാങ്കും അറിയാം, എന്റെ റാങ്കും ഒക്കെ അറിയാം. അപ്പൊ ഇനി അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ വേക്കൻസി കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ അതിനുള്ളൊരു ചെറിയ മാർഗം കൂടിയാണിത്. അവിടെ ചേർന്ന കുട്ടികളില് എത്ര ആളുകൾ താൽക്കാലിക അഡ്മിഷൻ എടുത്തവരുണ്ട്, അതായത് അവർക്ക് അതിനേക്കാൾ പ്രിഫറൻസ് കൂടി വേറെ സ്കൂളാണ് അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ അങ്ങനെ ടെമ്പററിക്കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവ് ആണ്, അല്ലെ? മേ ബി അവർക്ക് അവരുടെ ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വേക്കൻസി വരും. അതേ സമയത്ത് ആ സ്കൂളിലെ എല്ലാവരും പെർമനന്റ് അഡ്മിഷനാണ് ആ കോമ്പിനേഷനിൽ എടുത്തതെങ്കിൽ അവിടെ നമ്മുടെ സാധ്യത കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഭയങ്കര ടെൻഷനായിട്ടാണ് ഒന്ന് ഉത്തരം പറയൂ എന്നൊക്കെ ചോദിക്കുമ്പോ കുറച്ചെങ്കിലും അവർക്കൊരു സഹായകമാകുന്ന രീതി ആയിക്കോട്ടെച്ചിട്ടാണ് ഇതൊന്നും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അത് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് പ്രകാരം ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ ഓരോ ജില്ലയിലും ഓരോ കാറ്റഗറിയിലും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ വേക്കൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് കിട്ടും. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ആശങ്കകൾക്കും നമ്മുടെ ടെൻഷനും ഒക്കെ ഒരു പരിധി വരെ നമ്മളെ കുറയ്ക്കാനും അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ആ 2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കതില് ഞാൻ ആദ്യം പറഞ്ഞ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പോ ഇങ്ങനെ ഒരു വിൻഡോയാണ് വരിക, സ്കൂൾ വൈസ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ലിസ്റ്റ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ജില്ല സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ മലപ്പുറം ജില്ല സെലക്ട് ചെയ്തു. മലപ്പുറം ജില്ല സെലക്ട് ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയിലെ നമ്മൾ ഏത് സ്കൂളാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം.
അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പൊ താൽക്കാലികമായിട്ട് നിങ്ങൾ വേറെ സ്കൂളിൽ നിൽക്കുകയാണ്, എന്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇന്ന സ്കൂളാണ്, അവിടെ എനിക്ക് കിട്ടുമെന്നാണ് അറിയേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കൂളിന്റെ പേരും അതുപോലെ തന്നെ കോഡുമാണ് നിങ്ങൾ അടിച്ചു നോക്കേണ്ടത്. അപ്പോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്കൂളിന്റെ കോഡൊന്ന് എടുത്ത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ സ്ക്രോൾ ചെയ്താൽ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളുകളും ഇതിലുണ്ട്. നമ്മൾ ഏകജാലകം വഴി അപേക്ഷിക്കുന്നതിൽ വരുന്ന എല്ലാ സ്കൂളുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഞാനതിലെ ഒരു സ്കൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു കോഴ്സ് നമുക്ക് നോക്കാം. ഞാനിതിലെ സയൻസ് കോഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ സബ്മിറ്റ് കൊടുത്തു. അപ്പൊ ഇതിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ നമുക്ക് വേറെ കാര്യങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ചില ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ടീച്ചർ ഞാൻ ഇന്ന കാറ്റഗറിയിൽ ബിലോങ്, അതായത് ഈഴവയാണ് നമ്മുടെ കാറ്റഗറി ETB ആണ് അല്ലെ, അപ്പൊ ഞാൻ ETBയിലാണ് പെടുന്നത്. അപ്പൊ എനിക്ക് ഇനി ജനറൽ അല്ലെങ്കിൽ പോലും ആ കോട്ടയിൽ എനിക്ക് ഇന്ന സ്കൂളിൽ സാധ്യതയുണ്ടോ, അങ്ങനെ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് നോക്കാം, ഈ കാറ്റഗറി എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട് അല്ലെ. അപ്പൊ അതില് നമുക്ക് എത്രത്തോളം ആ ഒരു കാറ്റഗറിയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് അലോട്ടഡ് കാറ്റഗറി. അപ്പൊ നമുക്ക് അലോട്ടഡ് കാറ്റഗറി നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. തീയ കാറ്റഗറിയിൽ കിട്ടിയ കുട്ടി അവിടെ പെർമനന്റ് ആയിട്ട് ചേർന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാം, ഇതില് ഈ പറഞ്ഞ ടെമ്പററി ഇങ്ങനെ കാര്യങ്ങളാണ് അഡ്മിഷനില് TWAO, അതായത് ടെമ്പററി വിത്ത് ഓൾ ഓപ്ഷൻസ്. കുട്ടി താൽക്കാലികമായിട്ട് ചേർന്നു, അതേസമയം ആ കുട്ടിയുടെ ഹയർ ഓപ്ഷൻസ് കുട്ടി അവിടെ എല്ലാ ഹയർ ഓപ്ഷൻസും നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ കാണിക്കാൻ കാരണം ഞാൻ വേറൊരു സ്കൂളിന്റെയും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അതായത് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. ആ അഡ്മിഷൻ സമയത്ത് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, വീഡിയോയിൽ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് മാത്രമായിട്ട് ഒഴിവാക്കാം, അതല്ല എങ്കിൽ പിന്നെ എല്ലാ ഓപ്ഷൻസും വേണമെങ്കിൽ ഒഴിവാക്കി സ്ഥിരമായിട്ട് ചേരാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടെമ്പററി വിത്ത് ഓൾ ഓപ്ഷൻസ്, എല്ലാ ഓപ്ഷൻസും അവിടെ നിലനിർത്തുന്നു. ബാക്കി മറ്റത് എങ്ങനെയാണ്, ടെമ്പററി വിത്ത് സെലക്റ്റീവ് ഓപ്ഷൻസ് മാത്രം നിലനിർത്തുന്നു. അതുവരെ നമുക്ക് ഈ പറയുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. ഞാൻ മറ്റൊരു സ്കൂളിന്റെ കൂടെ കാണിച്ചു തരാം. നേരത്തെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരെണ്ണം കൂടെ കാണിക്കാം. ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ സൈറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലെ സയൻസ് കോഴ്സാണ് നോക്കുന്നത്. അപ്പോ ഇവിടെ നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പൊ കാരണം അലോട്ടഡ് കാറ്റഗറിയെ കുറിച്ച് കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ റിസർവേഷനൊന്നും മറ്റേ ഈ പറയുന്ന മാനേജ്മെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ വരുന്ന സ്കൂളുകളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എല്ലാ കാറ്റഗറിക്കാർക്കുമുള്ള റിസർവേഷൻ അവൈലബിൾ ആവുക ഗവൺമെന്റ് സ്കൂളുകളിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ സൈഡിൽ പിന്നെ അലോട്ടഡ് ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇപ്പൊ സയൻസിലാണെങ്കിൽ ഇതിലിവിടെ എത്രയും കുട്ടികൾ ഈ കാണുന്ന റെഡ് കളറിൽ കാണുന്നതെല്ലാം എന്താണ്, ടെമ്പററി അഡ്മിഷൻ എടുത്ത കുട്ടികളാണ്. അപ്പൊ ഈ സ്കൂളിലെ സയൻസിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് നോക്കാം, ഇത്രയും ആളുകൾ ടെമ്പററി ആയിട്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് അലോട്ട്മെന്റിൽ മേ ബി അവർ വേറെ സ്കൂളുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് അവിടേക്ക് കയറാം. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇന്നൊരു കാറ്റഗറിയിലുള്ള കുട്ടിയാണ്, അപ്പൊ എനിക്ക് കാറ്റഗറി വൈസ് എങ്കിലും അവിടെ കിട്ടുമോ? അപ്പൊ അത് നമുക്കിവിടെ നോക്കാലോ അല്ലെ. ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ളതാണ് ഈ ലാസ്റ്റ് കോളം. നിങ്ങൾ അലോട്ടഡ് കാറ്റഗറി എന്ന് നോക്കുക. അപ്പൊ ഇവിടെ VK എന്നുള്ള കാറ്റഗറിയിലെ കുട്ടി പെർമനന്റ് ആയിട്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പൊ ചില റിസർവേഷനുകളുണ്ടല്ലോ, അതൊക്കെ 1%, 2% ഒക്കെ ഉള്ളൂ. അപ്പൊ അതായത് 100ൽ 2 കുട്ടികൾ, 100 സീറ്റ് ഉണ്ടെങ്കിൽ 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി, അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പെട്ട കുട്ടി അവിടെ സ്ഥിരമായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇനി ആ കാറ്റഗറിയുടെ കെയർ ഓഫിൽ എനിക്ക് അവിടെ കിട്ടില്ല അല്ലെ. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടാം. ഇതുപോലത്തെ റിസർവേഷനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ETBയിലെ കുട്ടിയാണെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളില് എത്ര ആളുകൾ ടെമ്പററി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു കുട്ടി എന്റെ അടുത്ത് ചോദിച്ചു, എന്റെ റാങ്ക് 57 ഒരു സ്കൂളിലെ, അവിടെ പോയ ലാസ്റ്റ് റാങ്ക് 24 ടീച്ചർ. അപ്പൊ എനിക്ക് അവിടെ ആ കോഴ്സിന് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല്
അവിടെ എത്ര സീറ്റ് വേക്കന്റ് ആയിട്ടുണ്ട് എന്നുള്ളതും അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇനി ഇപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്ന അവിടെ പോയ ലാസ്റ്റ് റാങ്ക് 24 എന്റെ റാങ്ക് 57 പക്ഷെ അതിനിടയിലുള്ള എല്ലാ കുട്ടികളും ആ സ്കൂളിലേക്ക് നിങ്ങളുമായി കോമ്പീറ്റ് ചെയ്യാൻ വരണമെന്നില്ല. കാരണം ആ സ്കൂളിലെ ആ കോഴ്സിലേക്ക് അപേക്ഷിച്ച എല്ലാവരെയും കൂടെ കണക്കിലെടുത്തിട്ടാണ് റാങ്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിലെ പല കുട്ടികളും വേറെ മറ്റുള്ള പല സ്കൂളുകളിലും പോയി ചേർന്നിട്ടുണ്ടാവും. അവരുടെ 5ാമത്തെ 6ാമത്തെ ഒക്കെ ഓപ്ഷൻ ആയിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് അതോർത്തിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു സീറ്റ് വേക്കൻസി എത്ര കുട്ടികൾ അവിടെ നോൺ ജോയിനിങ് അല്ല, ടെമ്പററി ആയിട്ട് ചേർന്നിട്ടുണ്ട്. അതിന് കൂടെ നോൺ ജോയിനിങ് ഉണ്ടാവാം. അപ്പൊ ടെമ്പററി ആയി ചേർന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു പോസിറ്റീവാണ്. മേ ബി നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം ഇതിന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് സ്കൂൾ വൈസ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ലിസ്റ്റ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സ്കൂളിന്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിലെ ആ കോഴ്സ് എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് നോക്കാം. അവിടെ സിംഗിൾ വിൻഡോ പ്രകാരം നമുക്ക് ഓരോ ജില്ലയിലെയും ടോട്ടൽ അപ്ലിക്കൻസ്, ടോട്ടൽ സീറ്റ്സ് അലോട്ടഡ് ആൻഡ് ടോട്ടൽ വേക്കൻസി. അപ്പൊ ഇതിന് ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞപ്പോ ഒരു ബാച്ചുള്ള സ്കൂളിൽ 50 സീറ്റ് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 65 സീറ്റ് അങ്ങനെ ഒരു കൃത്യമായ കണക്കിപ്പോഴും നമുക്ക് ഇല്ല കയ്യില്. കാരണം മുഴുവൻ സീറ്റുകളിലേക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇപ്പൊ 2 ബാച്ചുള്ള ചില സ്കൂളുകളിൽ 87 കുട്ടികളുടെ ലിസ്റ്റാണ് വന്നിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 50 സീറ്റ് ആണെങ്കിൽ തന്നെ അവിടെ 50 സീറ്റ് വീതം 2 ബാച്ച് ആണെങ്കിൽ 100 സീറ്റ് അവിടെ വരണം. പക്ഷെ അത് വന്നിട്ടില്ല. അപ്പൊ അതാണ് ഈ ഒരു ഡിഫറൻസ് കാണിക്കുന്നത് കേട്ടോ. ടോട്ടൽ സീറ്റ് 22,868 ടോട്ടൽ സീറ്റ് അലോട്ടഡ് എത്രയാണ്? 19,783. വേക്കൻസി കാണിക്കുന്നത് 3,085. ഇനി അത് മലപ്പുറം ജില്ലയില് നമുക്ക് അവൈലബിൾ ആയ സീറ്റ് ആയിട്ട് 41,525 അതില് 30,927 ടോട്ടൽ സീറ്റ് അലോട്ടഡ്. സോ 10,000 സംതിങ് സീറ്റ്സുകൾ അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതും പറഞ്ഞ രീതിയിൽ എവിടെയും കിട്ടാത്ത കുട്ടികളും പാരന്റ്സും അതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സീറ്റ് ഇപ്പൊ തന്നെ വേക്കന്റ് ആയി കിടക്കുന്നുണ്ട്. ഇനി മാർജിനൽ ഇൻക്രീസ് വരികയാണെങ്കിൽ അപ്പോഴും സീറ്റ് വരും. അതുപോലെ തന്നെ ഇനിയിപ്പോ പോളിടെക്നിക് 10ാം ക്ലാസിന്റെ ബേസിലുള്ള പോളിടെക്നിക്കിന്റെ ഒന്നും അപേക്ഷ വിളിച്ചിട്ടില്ല. അപ്പൊ അത് അപേക്ഷ വെച്ച് കഴിഞ്ഞ കുട്ടികൾ കുറെ ആ ഒരു പോളിടെക്നിക്കിലേക്ക് പോകുന്നവരുണ്ടാവും. പിന്നെ ഇന്ന് വന്ന VHSCയിലേക്ക് പോകുന്നവരുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വേക്കന്റ് ആയിട്ട് വരാൻ പോകുന്ന സീറ്റുകളാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ എത്രത്തോളം സീറ്റ് ഓരോ ജില്ലയിലും വേക്കന്റ് ഉണ്ട്, അതുപോലെ ടോട്ടൽ സീറ്റ്സ് എത്രയാണ്, സീറ്റ് അലോട്ടഡ് എത്രയാണ്, വേക്കന്റ് സീറ്റ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഈഴവ, തീയ, ബില്ല, മുസ്ലിം, നമ്മൾ ഏതിലാണോ LC, SI, UC, ക്രിസ്ത്യൻ OBC, ഹിന്ദു OBC. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഹിന്ദു OBC ആണ് ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് നോക്കണം. മലപ്പുറം ജില്ലയില് ഹിന്ദു OBC എത്ര സീറ്റുകൾ വേക്കന്റ് ഉണ്ട്? 81 സീറ്റ് വേക്കന്റ് ഉണ്ട്. അപ്പൊ ഹിന്ദു OBC പെട്ട കുട്ടികൾക്ക് അവിടെ സാധ്യത കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ SC നമുക്ക് നോക്കാം. 4,432 അലോട്ടഡ് സീറ്റ് ആണുള്ളത്. അപ്പൊ അതില് 1,481 വേക്കന്റ് സീറ്റുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങളിങ്ങനെ ആകെ ടെൻഷനായിട്ട് അവിടെ എവിടെയൊക്കെ നടന്ന് ഒന്നും അങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അതായത് നമുക്കിനിയിപ്പോ ഇപ്പോഴും കുട്ടികളെ ചോദിക്കുന്നുണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് സ്കൂളാണെങ്കിലും ഞാൻ അവിടെ തന്നെ സ്ഥിരമായിട്ട് ചേരേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴേ നമുക്ക് ഇന്ന് വരെയുള്ള നിർദ്ദേശപ്രകാരം സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടിയിട്ട് മുഖ്യ അലോട്ട്മെന്റ് പ്രോസസ് അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ആ സ്കൂളിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രവേശനം നേടണം. ആദ്യം നമുക്കൊരു സീറ്റ് കിട്ടുക എന്നുള്ളതല്ലേ വലിയ കാര്യം. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ട്രാൻസ്ഫർ പോലെ ഇപ്പൊ കുട്ടികൾ ചോദിച്ചു ട്രാൻസ്ഫർ ഇക്കൊല്ലം ഇല്ലാതെ കേട്ടു, ശരിയാണോ എന്നൊക്കെ. അതിനെപ്പറ്റി ഈ നിമിഷം വരെ യാതൊരുവിധ പുതിയ ഓർഡറുകളും വന്നിട്ടില്ല. അപ്പൊ ഇന്ന് വരെ നമ്മൾക്ക് അറിയാവുന്ന കാര്യം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. അതായത് സ്കൂൾ മാറാന്, കോഴ്സ് ഒരു സ്കൂളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴ്സ് മാറാന് ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും. പിന്നെ അപേക്ഷിച്ച് കിട്ടാത്ത ആളുകൾക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പൊ വരെ പറയാനുള്ള കാര്യങ്ങൾ. അതായത് പുതിയൊരു ഓർഡറും വന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെയല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്നുള്ളത്, ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ ടെമ്പററി പെർമനന്റ് അഡ്മിഷൻ എടുത്തു,
പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതിൽ ഏകജാലത്തിലൂടെ അല്ലാതെയുള്ള അഡ്മിഷൻ പറഞ്ഞ VHSCയിലേക്ക്, പോളിടെക്നിക്കിലേക്ക്, അതല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടാവും. ഏകജാലത്തിൽ കൂടെ അല്ലാതെയുള്ള സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, പിന്നെ ഏതെങ്കിലും സ്കൂളിലത്തെ മാനേജ്മെന്റ് കോട്ട, അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചേർന്ന സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ പുതിയ TC ഇഷ്യൂ ചെയ്ത് വാങ്ങിയിട്ട് വേണം പോവാൻ. പെർമനന്റ് അഡ്മിഷൻകാർക്ക് പുതിയ TC കിട്ടും. ആ TC കൊണ്ട് വേണം പോവാന്. ടെമ്പററിക്കാർക്ക് അവരുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് അവർക്ക് വേണ്ട പുതിയ സ്കൂളിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ ഏകജാലകത്തിൽ നിന്ന് ഈ 2 കേസാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് ഏകജാലക പ്ലസ് ഈ ഹയർ സെക്കൻഡറിയുടെ ഏകജാലകത്തിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ സൈറ്റിലേക്ക് കയറി നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു കരുതുന്നു. നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഓൾമോസ്റ്റ് 29-ാം തീയതിയിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ അതിന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.